വിളിച്ചു കാണിപ്പിക്കുന്നോടാ തെണ്ടി. മാരണോ? ഒന്നില്ലെങ്കിലും ജീവനുള്ള ഒരു പെണ്ണല്ലടാ, ബാക്കിയുള്ളവന് ഒരു ഫോട്ടോ എങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഒന്നെണീറ്റി. എന്തിനെ? താനെന്താ അന്ധനാണോ? സോറി ഞാൻ അന്ധനല്ല. പാവണ ഇരുന്നോട്ടെ. ഹലോ, ഇങ്ങോട്ടും നോക്കി. ഞാൻ വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. എനിക്കൊരു ജോലി കിട്ടി, അതൊന്ന് പറയാനാ. അതിന് ഞാൻ എന്ത് വേണം? അറിയിക്കേണ്ട ഒരു മര്യാദ എനിക്കില്ലേ? കുട്ടി പ്ലീസ്, ജീവിതത്തിൽ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ. ഇതിനെ ഉപദ്രവിച്ച് രസിക്കരുത്. നീ എങ്ങാട് പോണ? എന്റെ പേര് സ്റ്റൈലല്ലേ? ആരത്? ഞാൻ പൃഥ്വിരാജ് സിംഗ്. അപ്പൊ നിങ്ങൾ പത്രം ഒന്നും വായിക്കാറില്ലേ? കഴിഞ്ഞ ആഴ്ച നോക്കൂലി പിടിക്കാനായി ഞാൻ യൂണിയൻ നേതാവിന്റെ വേഷമിട്ടത് വലിയ വാർത്തയായിരുന്നില്ലേ? ഇത് പുതിയ വേഷം. പോക്കറ്റടിക്കാരും ചില പോലീസുകാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം ഇന്ന് ഞാൻ കൈയോടെ പിടികൂടും. ഈ ബസ്സിൽ നിങ്ങൾ ഉണ്ടായത് നിങ്ങളുടെ ഭാഗ്യം. ഒരു വലിയ ഓപ്പറേഷന്റെ ഭാഗമായത് നിങ്ങളുടെ നിയോഗമാണ്. ആ പേഴ്സിങ് എടുക്ക്. എന്തിനാ സാർ? അതൊക്കെ പറയാം, എടുക്ക്. എന്റെ പേഴ്സ് എടുക്കുന്നത് എന്തിനാണ്? പേഴ്സ് അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇതുമായി ഇറങ്ങി ഓടും. അപ്പൊ നിങ്ങൾ പോക്കറ്റ് അടിക്കാരൻ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കണം. ആളുകൾ എന്നെ പിടിച്ച് പോലീസിലേപ്പിക്കും. പിന്നെ കാര്യങ്ങൾ ഈസി ആയില്ലേ? ഓക്കെ, ആളിറങ്ങണം. അടുത്ത സ്റ്റോപ്പിൽ ആളിറങ്ങണം. ഒന്നും മാറി നിൽക്കും. ആളിറങ്ങി നീ എന്തിനാ ഇനി കിടന്ന് കൂണ? നിന്റെ പേഴ്സല്ല, എന്റെ പേഴ്സല്ലേ പോയത്. അതിൽ കാശുണ്ട്. അത് കൊണ്ടുപോയിരിക്കുന്ന പോലീസല്ലേ? അതാണ് പേടി. കിടക്കട്ടാ. എന്റെ 30 രൂപ ഇതിൽ തന്നെയുണ്ട്. ഇതിനു വേണ്ടിയാണ് ഞങ്ങളോട് മുഴുവൻ ഓടിച്ചത്. എന്നിട്ട് ആളെന്തേ? ആളിനെ പോലീസിൽ ഏൽപ്പിച്ച? എന്തിന് പോലീസ് ഏൽപ്പിക്കണം? അവന് ജീവിതത്തിൽ പോക്കറ്റ് അടിക്കില്ല. അത്തരം പണിയാണ് ഞങ്ങൾ കൊടുത്തു വിട്ടിരിക്കുന്നത്. ജോ, ഇന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. ഒരു ഗസ്റ്റ് ഉണ്ട്. നീ ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. ഹാ, നീ എന്റെ വീട്ടിലേക്കല്ലേ വരുന്നേ, പിന്നെന്താ? എത്തിയോ? ഹലോ, കാറ് പുതിയതല്ലേ? കൊള്ളാലോ. പുതിയ നടു ഓടുമ്പോൾ നാടോടണം എന്നാണല്ലോ. വാ വാ വാ.